Good afternoon, ma'am. Afternoon. Good afternoon, ma'am. Good afternoon, Okay. ma'am. Afternoon. ശരി, ഡാൻസ് ലീവിലായതുകൊണ്ടാണ് കേട്ടോ നമ്മള് കേറുന്നത് ഈ പീരീഡ്. ഓക്കെ. ഫുഡ് കഴിച്ചു എല്ലാവരും? Yes, ma'am. ഫുഡൊക്കെ ഏകദേശം ഡൈജസ്റ്റ് ആയി ഉറപ്പമൊക്കെ വരാറല്ലേ? കഴിഞ്ഞോ? ബോർ ടോപ്പിക്കാ. എന്ത് ചെയ്യാൻ പറ്റും? പഠിച്ചല്ലേ പറ്റും നിങ്ങൾക്ക്? ആരാണ് ബോറാണെന്ന് പറഞ്ഞ ടോപ്പിക്ക്? വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിലും ബോറന്നല്ലേ? ഇനി വരുന്നത് നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ ബയോമെഡിക്കൽ വേസ്റ്റ് പഠിച്ചല്ലേ നിങ്ങൾ? അത് കഴിഞ്ഞോ? ചാപ്റ്റർ കഴിഞ്ഞായിരുന്നോ? ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ചാപ്റ്റർ കഴിഞ്ഞായിരുന്നോ? യെസ്. ഓക്കെ. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കാവോ ആരെങ്കിലും? 93. പേജ് നമ്പർ 93. ബോറടിക്കൊന്നും വേണ്ട, വെറുതെ കേട്ടിരിക്കാവുന്ന ടോപ്പിക്കുകളല്ലല്ലോ ഇതൊക്കെ. നമ്മള് ടൈപ്സ് ഓഫ് വില്ലേജ് വേസ്റ്റ്സ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് വില്ലേജ് പറഞ്ഞു. പിന്നെന്താണ്? മെർക്കുറിസ് വില്ലേജ് വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യുന്നു? പിന്നെന്താണ്? വേറൊരു ചാപ്റ്ററിലെ ഡൗട്ടോ? ഏതാ ചാപ്റ്റർ? ഷാർപ്സ് വില്ലേജ് വേസ്റ്റ്. ഇനി മെർക്കുറി കഴിഞ്ഞല്ലേ? നെക്സ്റ്റ് ഷാർപ്സ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് എടുക്കേണ്ടത്. ഓക്കെ. യെസ്, യുനാനി മെഡിസിൻ ഒറിജിനേറ്റഡ് ഇൻ തമിഴ്നാടു. അതെ. എന്താണ് താൻ വേറെ എന്തെങ്കിലും കണ്ടെത്തിയോ? മഹാരാഷ്ട്ര എന്ന് തെറ്റാണ് കേട്ടോ, തമിഴ്നാടാണ് ആൻസർ. ചെക്ക് ചെയ്യാട്ടോ അത്. ഗൈഡിൽ മഹാരാഷ്ട്ര എന്നാണോ എടുക്കുന്നത്? ഓക്കെ, അത് നോക്കാട്ടോ. പറഞ്ഞു നന്നായി. Okay, Sharps village waste management. Sharps എന്താണ്? Sharps എന്താണ്? ഷാർപ്പ് ഒബ്ജക്ട്സുകൾ അല്ലെ? എന്തൊക്കെയായിരിക്കും? Sharps village waste which consists of എന്തൊക്കെയാണ്? Needles, staples and other sharp medical tools can cause injury and infection to healthcare workers and others who may come into contact with it. Here are some steps for managing Sharps village waste. ഷാർപ്സ് വില്ലേജ് വേസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൺസിസ്റ്റ് ചെയ്യുന്നത്? എന്തൊക്കെയാണ്? മെഡിക്കൽ ടൂൾസുകൾ ഉണ്ടായിരിക്കും അതിൽ അല്ലെ? നീഡിൽസുകള്, സിറിഞ്ചുകൾ, അത്ര ഒബ്ജക്ട്സുകളൊക്കെ എന്തായിരിക്കും? ഷാർപ്പ്. അതുപോലെ തന്നെ സിസേഴ്സ് ഉണ്ടായിരിക്കാം. എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള മറ്റു ഒബ്ജക്ട്സുകൾ ഉണ്ടാവും.
അപ്പൊ അത്തരത്തിലുള്ള വേസ്റ്റസുകൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് എന്താണ് വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമുണ്ട് അല്ലെ. എന്തുകൊണ്ടാണ്? എന്തെങ്കിലും ഇഞ്ചുറീസോ ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകൾ ഉണ്ടാവാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പൊ നമ്മള് എന്താണ് ഈ ഷാർപ്പ് ഒബ്ജക്ട്സുകൾ എന്ത് ചെയ്യണം? വളരെ സൂക്ഷ്മതയോടെ തന്നെ ആയിരിക്കണം അത് ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതിന്റെ മെത്തേഡ്സുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആ ഡിസ്പോസ് ചെയ്യുന്ന മെത്തേഡ്സുകൾ എങ്ങനെയാണെന്ന് നോക്കാം. യൂസ് സേഫ്റ്റി പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ്. നമുക്കറിയാലോ, എല്ലാത്തിലും ഫസ്റ്റ് നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? PPE വെയർ ചെയ്യുന്നത് അല്ലെ. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ് വെയർ ചെയ്തിരിക്കണം അല്ലെ. പേഴ്സണൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്താണ് PPE വെയർ ചെയ്തിരിക്കണം. ദാറ്റ് ഇൻക്ലൂഡ്സ്, അതിൽ എന്തൊക്കെയാണ്? ഗ്ലൗസസ്, മെയിൻ ആയിട്ട് എന്താണ് ഗ്ലൗസസ് ആണ് പറയുന്നത് അല്ലെ. ദെൻ മാസ്ക് വരുന്നത് ഇവിടെ പറയുന്നില്ല. ഗ്ലൗസസ്, മാസ്ക്, മറ്റു ഉപകരണങ്ങളെല്ലാം തന്നെ, മറ്റ് അത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ്സിലെല്ലാം തന്നെ. പക്ഷെ നമ്മൾ ഷാർപ്പ് ഒബ്ജക്ട്സുകൾ എവിടെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? പങ്ക്ചർ റെസിസ്റ്റർ കണ്ടെയ്നേഴ്സിലായിരിക്കണം അല്ലെ. പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നേഴ്സിലാണ് ഷാർപ്പ് ഒബ്ജക്ട്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്പോസ് ചെയ്യുന്നത്. പേര് നോട്ട് അണ്ടർലൈൻ ചെയ്യാട്ടോ. പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നേഴ്സിലാണ് എന്ത് സ്പില്ലേജ് വേസ്റ്റസുകൾ ഡിസ്പോസ് ചെയ്യുന്നത്? ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റസുകൾ ഡിസ്പോസ് ചെയ്യുന്നത്. അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് വൺ വേസ്റ്റ് ആൻഡ് അവോയ്ഡ് ഇഞ്ചുറി. എന്താണ് നമ്മൾ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വളരെയധികം കെയർഫുൾ ആയിട്ട് വേണം അത്തരത്തില് ഷാർപ്പ് ഒബ്ജക്ട്സുകൾ കൈകാര്യം ചെയ്യാനായിട്ട്. ഓക്കെ, ആദ്യത്തെ എന്താണ്? PPE വെയർ ചെയ്തിട്ട് വേണം. പഞ്ചർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലായിരിക്കണം ഷാർപ്പ് ഒബ്ജക്ട്സുകൾ ഡിസ്പോസ് ചെയ്യുന്നത്. ഓക്കെ, then contain the spill. Spill എന്തിലാണ് കണ്ടെയ്ൻ ചെയ്യേണ്ടത്? use a puncture resistant container. Use a puncture resistant container to pick up carefully any sharps and put them in a labeled biohazard bag or container for discarding. എന്താണ് ഒരു പഞ്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നർ ഉപയോഗിച്ചിട്ട് കെയർഫുൾ ആയിട്ട് വേണം അങ്ങനെ ലേബിൾഡ് ചെയ്തിട്ടുള്ള ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കും എന്ത് അപകടകരമായിട്ടുള്ള വസ്തുക്കള് കൈകാര്യം ചെയ്യുന്ന ആ ഒരു ലേബിൾഡ് ബാഗിലോട്ടായിരിക്കണം എന്താ ഇതെല്ലാം തന്നെ മാറ്റേണ്ടത്, കണ്ടെയ്ൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇത് ക്ലിയർ അപ്പ് ചെയ്യണം. ക്ലിയർ അപ്പ് ദ സ്പിൽ എന്ത് ഉപയോഗിച്ചിട്ടാണ്? യൂസ് എ disinfectant solution to clean the affected area completely. Stick to the manufacturer's directives for the apt concentration and contact time of the disinfectant. എന്താണ് എന്തെങ്കിലും ഒരു അണുനാശിനി ഉപയോഗിച്ചിട്ട് വേണം ആ ഒരു ഏരിയ എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യേണ്ടത്. ആ റിസൊല്യൂഷൻ ഉപയോഗിക്കുന്ന സമയത്ത് അണുനാശിനികൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ചിട്ട് വേണം എന്ത് അതുമായി യാതൊരു വിധത്തിൽ കോണ്ടാക്ട് വരാതെ വളരെയധികം ശ്രദ്ധയോട് കൂടി വേണമെന്ന് അത്തരത്തിലുള്ള ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻസുകൾ ഉപയോഗിക്കുമ്പോൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് വളരെയധികം ശ്രദ്ധയോട് കൂടി വേണം അത് ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, ഗെറ്റിംഗ് റിഡ് ഓഫ് വേസ്റ്റ്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? റിഡ് ഓഫ് വേസ്റ്റ്. All materials that come into contact with sharp spillage should be got rid of as dangerous waste in labeled biohazard bags or containers. അപ്പൊ ഈ മെറ്റീരിയൽ സ്പില്ലേജസ് ഒക്കെ എവിടെയാണ് പിന്നീട് കളയേണ്ടത്? അപകടകരമായിട്ടുള്ള വസ്തുക്കൾ നീക്കം ചെയ്യുന്ന ലേബിൾഡ് ബയോഹസാർഡ് ബാഗിലേക്ക് അത് എന്താണ് മാറ്റുന്നു. അതിനുശേഷം എന്താണ്? റിപ്പോർട്ട് ദ സ്പിൽ. വേസ്റ്റസുകൾ മാറ്റിയതിനു ശേഷം എന്താണ്? സ്പിൽ ഷുഡ് ബി ഡീറ്റെയിൽഡ് ടു ദ റെലവന്റ് സ്റ്റാഫ് പേഴ്സണൽ ഫോർ ഡോക്യുമെന്റേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ ക്ലിയർ ചെയ്ത സ്പില്ലിന്റെ എല്ലാ കാര്യങ്ങളും, അതായത് എല്ലാ ഫർദർ ഡീറ്റെയിൽസുകളും അവിടുത്തെ ആ ഒരു റെലവന്റ് സ്റ്റാഫിന് അല്ലെ റെലവന്റ് സ്റ്റാഫ് പേഴ്സണിന് അതിന്റെ എല്ലാ ഡോക്യുമെന്റേഷൻസും അത് കൊടുത്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ആ സ്പില്ലേജ് ഏരിയയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ആ ഡോക്യുമെന്റേഷൻസ് അവർക്ക് കൊടുത്തിരിക്കണം. ഓക്കെ, എങ്ങനെ ഷാർപ്പ് വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണ്? പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് അത് കൃത്യമായിട്ട് എന്താണ് ഇഞ്ചുറീസ് ഒന്നും വരാതെ ആയിരിക്കണം എന്ത്
ആ ഷാർപ്പ് ഒബ്ജക്ട്സുകള് നീക്കം ചെയ്യാനായിട്ട്. ഏത് തരം കണ്ടെയ്നേഴ്സിലാണ് ഷാർപ്പ് ഒബ്ജക്ട്സുകൾ ഡിലീറ്റ് ചെയ്തത്? ഷാർപ്പ് ഒബ്ജക്ട്സുകൾ കളയുന്നത് ഏത് തരം കണ്ടെയ്നേഴ്സിലാണ്? എത്തരം കണ്ടെയ്നേഴ്സിലാണ്? യൂസ് എ പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നർ. യൂസ് എ പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നേഴ്സ്. എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ, ഷാർപ്പ് ഒബ്ജക്ട്സുകൾ എവിടെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്, എവിടെയാണ്? പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നറിലാണ് കെയർഫുൾ ആയിട്ട് ഷാർപ്പ് ഒബ്ജക്ട്സുകൾ കളയുന്നത്. ഓക്കെ, അതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഡിസിൻഫെക്ടന്റ് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് ആ ഏരിയ, അഫക്റ്റഡ് ഏരിയ ക്ലീൻ ചെയ്യുന്നു. ക്ലീൻ ചെയ്യുമ്പോൾ എന്താണ്? അതിൽ തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചിട്ട് വേണം ആ ഒരു ഏരിയ ക്ലീൻ ചെയ്യാനായിട്ട്. പിന്നീട് അത് എന്താണ്? ലേബിൾഡ് ബയോഹസാർഡ് ബാഗ്സിലോ കണ്ടെയ്നേഴ്സിലോ ഒക്കെ മാറ്റുന്നു. അത് മാസ് ബില്ലുമായി ബന്ധപ്പെട്ട ഏരിയനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡോക്യുമെന്റേഷനും ഒരു റെലവന്റ് സ്റ്റാഫിന് അത് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് കൈമാറുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റുകൾ മാനേജ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? അടുത്തത് നോക്കാം, കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് എങ്ങനെയാണ് കളയുന്നതെന്ന്, മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ്? കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ്. ഓക്കെ, evaluate the state zone like minor or major spill. Evaluate the state zone like minor or major spill. ആ കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ഉണ്ടായിരിക്കുന്ന ഏരിയ അവിടെ മൈനർ ആയിട്ടുള്ളത്, വലുതോ അല്ലെങ്കിൽ ചെറുതോ വലുതോ ആണോ, ഏത് തരത്തിലുള്ള സ്പില്ലേജ് ആണോ അവിടെ എന്ന് ഇവാലുവേറ്റ് ചെയ്യണം. വലിയൊരു കെമിക്കൽ സ്പില്ലേജസ് ആണോ അല്ലെങ്കിൽ ചെറുതാണോ എന്ന് ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? എവിക്ട് ഏരിയ, ആ പ്രദേശം ഒഴിപ്പിക്കുക അല്ലെ. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റാഫുകളോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് ആ ഏരിയ ഒഴിപ്പിക്കുക. എവിക്ട് ഏരിയ. Okay, if the spill is important, evict the area and call emergency services. അവിടെ നടന്നിരിക്കുന്ന സ്പില്ല് വളരെ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ, പ്രധാനപ്പെട്ടതാണെങ്കിൽ എന്താണ് എത്രയും പെട്ടെന്ന് തന്നെ എമർജൻസി കോളിലേക്ക്, എമർജൻസി സർവീസസിലേക്ക് വിളിച്ച് അറിയിക്കേണ്ടതാണ്, ഇൻഫർമേഷൻസ് പാസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ആദ്യം അതെന്താണ് സ്പില്ല് വലുതാണോ ചെറുതാണോ എന്ന് ആദ്യം നോക്കാം. മൈനർ ആണോ മേജർ ആണോ എന്നുള്ളത് ആ ഒരു കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കുക. അതിനുശേഷം എന്താണ് ആ പ്രദേശം ഒഴിപ്പിക്കുക, എവിക്ട് ഏരിയ. അതിനുശേഷം എമർജൻസി സർവീസിലേക്ക് വിളിച്ചു പറയുക. Protective equipments. Persons should use suitable personal protective equipments like gloves, goggles, and respirators before going to the spill to avoid connection with the chemical and avoid inhalation of chemical smoke. എന്താണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് വെയേഴ്സുകൾ പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്ന അനുയോജ്യമായിട്ടുള്ള വ്യക്തി സംരക്ഷണ ഉപകരണങ്ങൾ എല്ലാ പേഴ്സണൽസും ഉപയോഗിച്ചിരിക്കണം. പ്രത്യേകിച്ച് എന്താണ് കെമിക്കൽ സ്മോക്ക് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്താണ് മാസ്ക് കൃത്യമായിട്ട് ധരിച്ചിട്ട് വേണം എന്താണ് അത്തരത്തിലുള്ള സ്പില്ല് ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഓക്കെ, yes. Then contain the spill. Use absorbent materials such as absorbent pads to contain the spill and prevent it from spreading. പിന്നീട് എന്താണ് എന്തെങ്കിലും അബ്സോർബന്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ച്, ആഗിരണം ചെയ്യുന്ന എന്തെങ്കിലും മെറ്റീരിയൽസുകൾ ഉപയോഗിച്ചിട്ട്, അതായത് അബ്സോർബന്റ് പാർട്സുകൾ ഉപയോഗിച്ചിട്ട് ആ ഏരിയയിൽ എന്താണ് ആ സ്പില്ല് സ്പില്ല് എന്താണ് തുടച്ചു മാറ്റുക. അതെന്താണ് മറ്റെങ്കിലും പടരാതിരിക്കുന്ന രീതിയിൽ അതെന്താണ് മാറ്റുക. Then place the material in a labeled dangerous waste bag of the container for discarding. തുടച്ചു മാറ്റിയ മറ്റ് അബ്സോർബ് പാർട്സുകളെല്ലാം തന്നെ എന്താണ് ഒരു ലേബിൾഡ് ഡേഞ്ചറസ് വേസ്റ്റ് ബാഗിലേക്ക് നീക്കം ചെയ്യുക. ബാഗിലേക്കോ കണ്ടെയ്നേഴ്സിലേക്കോ അത് നീക്കം ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഏകദേശം മെത്തേഡുകൾ മനസ്സിലായി വരുന്നില്ലേ? ഏകദേശം എല്ലാവരും ഒരേപോലെ തന്നെയാണ്.
എങ്ങനെയാണ് വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് കളയണമെന്ന് മനസ്സിലാവുന്നുണ്ടോ? യെസ്. Then clean up the spill. ആ സ്പില്ല് ക്ലീൻ ചെയ്യുക. യൂസ് suitable spill kits or stick or to the manufacturer's directives for the exact use of absorbent materials. To clean up the spill, be cautious not to spread the chemical at the time of cleaning up. Cleaning up എന്നാണ് കേട്ടോ. യൂസ് suitable spill kitsകൾ. എന്താണ് സ്പിൽ കിറ്റ്സുകൾ? അനുയോജ്യമായിട്ടുള്ള സ്പിൽസ് കളയാവുന്ന കിറ്റ്സുകൾ ഉണ്ടായിരിക്കും അല്ലെ? അബ്സോർബന്റ് ആയിട്ടുള്ള പാർട്സ് കാര്യങ്ങളൊക്കെ അടങ്ങിയ കിറ്റ് ഉണ്ടായിരിക്കും, സ്പിൽ കിറ്റ്സുകൾ. അപ്പൊ അതൊക്കെ ഉപയോഗിച്ചിട്ട് അവിടുത്തെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചിട്ട് വേണം എന്താണ് ആ സ്പില്ലുകൾ ക്ലീൻ ചെയ്യാനായിട്ട്. ദെൻ പിന്നെന്താണ്, യാതൊരു വിധത്തിലും കെമിക്കൽ സ്പ്രെഡ് ആവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം എന്ത് ഇത്തരം സ്പിൽ കിറ്റ്സുകൾ ഉപയോഗിച്ചിട്ട് ആ ഒരു സ്പില്ല് അവിടുത്തെ നീക്കം ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി ഈ നീക്കം ചെയ്ത വേസ്റ്റ് നമ്മൾ ഡിസ്പോസ് ചെയ്യാണ് അല്ലെ? എങ്ങനെയാണ്? ഡിസ്പോസ് ഓഫ് വേസ്റ്റ്. ഓൾ മെറ്റീരിയൽസ് ദാറ്റ് ആർ coming into contact with the chemical should be thrown away as dangerous waste into labeled bags or containers. Other local, state and federal regulations for the disposal of dangerous waste. Okay, നമ്മൾ ഈ വേസ്റ്റ് എന്താ ചെയ്യുന്നത്? ഈ കെമിക്കൽ വേസ്റ്റസിന്റെ ആ വേസ്റ്റ് സ്പില്ലുകൾ എന്താണ് ഡേഞ്ചറസ് ആയിട്ടുള്ള ലേബിൾഡ് ബാഗ്സിലേക്ക് എറിഞ്ഞു മാറ്റണം അല്ലെ? ത്രോൺ അവേ എന്ന് പറഞ്ഞാൽ എന്താണ്? പടരാതിരിക്കാൻ, മറ്റ് ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാൻ എത്രയും പെട്ടെന്ന് തന്നെ അത് അങ്ങോട്ടേക്ക് കണ്ടെയ്നേഴ്സിലേക്ക് ലേബിൾഡ് ബാഗ്സിലേക്ക് മാറ്റണം. ദെൻ പിന്നീട് എന്താണ്? അവിടുത്തെ ലോക്കൽ, സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ റെഗുലേഷൻസ് അല്ലെ? സ്റ്റേറ്റിന്റെ അതുപോലെ തന്നെ ഫെഡറൽ റെഗുലേഷൻസ് ഒക്കെ അനുസരിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള കെമിക്കൽ വേസ്റ്റസ് നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള കെമിക്കൽ ഡേഞ്ചറസ് വേസ്റ്റുകൾ നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. ദെൻ അതിനുശേഷം എന്താണ്? ഡിസ്പോസ് ചെയ്ത വേസ്റ്റ് മറ്റ് അതായത് കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, എല്ലാ ഡോക്യുമെന്റേഷൻസും കൺസേൺ സ്റ്റാഫിന് ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, എന്തൊക്കെയാണ് കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യേണ്ടത്? എങ്ങനെയാണ്? ഫസ്റ്റ് വൺ എന്താണ്? ഇവാലുവേറ്റ് സ്റ്റേറ്റ്സും ലൈക്ക് മൈനർ ഓർ മേജർ സ്പിൽ. ആ ഒരു പ്രദേശം ഏത് രീതിയിലുള്ള സ്പില്ലാണ്, കെമിക്കൽ സ്പില്ലാണ് നടന്നിരിക്കുന്നത്, വലുതാണോ ചെറുതാണോ എന്ന് ആദ്യം തന്നെ ഇവാലുവേറ്റ് ചെയ്യുക അല്ലെ? അതിനെ തിരിച്ചറിയണം. ദെൻ അതിനുശേഷം എവിക്ട് ദ ഏരിയ. ആ സ്പിൽ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ എന്താണ്? ആ ഏരിയയിൽ നിന്ന് ആ പ്രദേശത്തുള്ള ആൾക്കാരെ എന്താണ് ഒഴിപ്പിക്കേണ്ടതാണ്. ദെൻ കോൾ എമർജൻസി സർവീസസ്. എത്രയും പെട്ടെന്ന് എമർജൻസി സർവീസസിലേക്ക് വിളിച്ചത് ഇൻഫോം ചെയ്യേണ്ടതാണ്. ദെൻ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കുക. കെമിക്കൽ സ്മോക്കും ഒന്നും ശ്വസിക്കാതിരിക്കാനായിട്ടുള്ള രീതിയിൽ അനുയോജ്യമായിട്ടുള്ള വ്യക്തിഗത സംരക്ഷണ ഉപാധികളെല്ലാം തന്നെ ഉപയോഗിക്കേണ്ടതാണ്. ദെൻ കണ്ടെയ്നർ സ്പിൽ. ഇങ്ങനെയാണ് കണ്ടെയ്ൻ ചെയ്യേണ്ടത്. യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് അല്ലെ? അബ്സോർബഡ് പാർട്സ് ഉപയോഗിച്ചിട്ട് എന്താണ് ആ മെറ്റീരിയൽസിലെല്ലാം സ്പില്ലെല്ലാം തന്നെ എന്താണ് ആ ഒരു വേസ്റ്റ് ബാഗിൽ, ഡേഞ്ചറസ് അപകടകരമായ വസ്തുക്കൾ കളയുന്ന ബാഗിലേക്ക്, കണ്ടെയ്നേഴ്സിലേക്കോ മാറ്റേണ്ടതാണ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ആ ഏരിയ നമ്മൾ ക്ലീൻ ചെയ്യുന്നു. യൂസ് സ്യൂട്ടബിൾ സ്പിൽ കിറ്റ്സുകൾ ഉപയോഗിച്ചിട്ട് അല്ലെ? സ്പിൽ കിറ്റുകൾ ഉപയോഗിച്ചിട്ട് നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും ആ ഒരു ഏരിയ ക്ലീൻ ചെയ്യേണ്ടത്. ഈ വേസ്റ്റ് എവിടെയാണ് പിന്നെ നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്? യെസ്, ലേബിൾഡ് ആയിട്ടുള്ള ഡേഞ്ചറസ് ഹസാർഡ് ബാഗ്സിലായിരിക്കണം ഈ വേസ്റ്റസ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്. പിന്നീട് അവിടുത്തെ ലോക്കൽ ആൻഡ് സ്റ്റേറ്റ് ഫെഡറൽ റെഗുലേഷൻസ് അനുസരിച്ചിട്ടായിരിക്കണം എന്ത് ഡിസ്പോസൽ ഓഫ് ഡേഞ്ചറസ് വേസ്റ്റസുകൾ ഡിസ്പോസ് ചെയ്യുന്നത്. അതിനുശേഷം റിപ്പോർട്ട് ദ സ്പിൽ. കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡോക്യുമെന്റേഷനും കൺസേൺ സ്റ്റാഫുകൾക്ക് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട്
റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഓക്കെ, അങ്ങനെയാണ് കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് നമ്മൾ മാനേജ് ചെയ്യുന്നത് ഹോസ്പിറ്റലുകളിൽ. ക്ലിയർ ആണോ? യെസ്, അടുത്ത പേജ് ഒന്ന് നോക്കിയേ. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ ഒരു ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഇതിലൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്, അത് നമ്മളൊന്ന് തിരുത്തണം. അത് പറയാം കേട്ടോ, നോക്കാം കേട്ടോ. കണ്ടോ, എല്ലാവരും എടുത്തോ? പേജ് കാണുന്നുണ്ടോ? കെമിക്കൽ സ്പില്ലേജ് മാനേജ്മെന്റ് എങ്ങനെയാണ്? ചെക്ക് മേജർ ഓർ മൈനർ സ്പില്ലേജ്. ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അത് മേജർ ആണോ മൈനർ ആണോ എന്ന് തിരിച്ചറിയുക അല്ലെ. ചെറുതായ സ്പില്ലാണോ വലിയ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പില്ലാണോ എന്ന് തിരിച്ചറിയുക. ഓക്കെ, മേജർ എന്ന് പറയുമ്പോൾ വലുത്, മൈനർ എന്ന് പറയുമ്പോൾ എന്താണ്? ചെറിയ സ്പില്ലേജസ്. ഇനി മൈനർ ആണെങ്കിൽ എന്ത് ചെയ്യണം, മേജർ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മൈനർ കെമിക്കൽ വേസ്റ്റ് ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, മേജർ ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോ ഈ മൈനറിന്റെ താഴെ ഇവിടെ കണ്ടോ, അതർ ഇമ്മീഡിയറ്റ്ലി കംപ്രസിംഗ് ഓഫ് സേഫ്റ്റി ഓഫീസേഴ്സ് എന്നാണോ? അത് എവിടെയാണ് ശരിക്കും വരേണ്ടത്? മേജറിലല്ലേ വരേണ്ടത്? സേഫ്റ്റി ഓഫീസേഴ്സിനെ എത്രയും പെട്ടെന്ന് അറിയിക്കുക, ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയിക്കണമെങ്കിൽ അത് എങ്ങനത്തെ സ്പില്ലേജ് വേസ്റ്റ് ആയിരിക്കണം? മേജർ ആയിരിക്കണം അല്ലെ, വലുതായിരിക്കണം. അപ്പൊ അത് ഇവിടെയാണ് വരേണ്ടത് കേട്ടോ. അതർ ഇമ്മീഡിയറ്റ്ലി കംപ്രസിംഗ് സേഫ്റ്റി ഓഫീസേഴ്സ് എന്നുള്ളത് മേജറിന് താഴെ വരണം. മനസ്സിലായോ? എന്നിട്ട് മൈനറിന്റെ അവിടെ എന്താ വരേണ്ടത്? നോട്ടിഫൈ അതേഴ്സ് ആണ്, മറ്റുള്ളവരെ അറിയിക്കുക. അതായത് മൈനർ ആയതുകൊണ്ട്, ചെറിയ കെമിക്കൽ സ്പില്ലേജ് ആയതുകൊണ്ട് തന്നെ നോട്ടിഫൈ അതേഴ്സ് ആണ് ഇവിടെ വരേണ്ടത്. മൈനറിന്റെ താഴെ നോട്ടിഫൈ അതേഴ്സ് എന്നും മേജറിന്റെ താഴെ immediately inform safety officers എന്നും വരാം കേട്ടോ. മനസ്സിലായോ? ഓക്കെ, ഇപ്പൊ നമുക്ക് മൈനറിന്റെ താഴെ ഉള്ളത് എന്തൊക്കെയാന്ന് നോക്കാം കേട്ടോ. മൈനർ, ഇപ്പൊ മൈനർ ആയിട്ടുള്ള സ്പില്ലേജ് വേസ്റ്റ് ആണെങ്കിൽ എന്താണ്? നോട്ടിഫൈ അതേഴ്സ്, ഇത്രയും പെട്ടെന്ന് തന്നെ നമ്മള് മറ്റുള്ളവരെ അറിയിക്കുന്നു അല്ലെ. അതിനുശേഷം എന്താണ്? ഐസൊലേറ്റ് ഏരിയ, ആ ഏരിയയെ നമ്മള് ഐസൊലേറ്റ് ചെയ്യുന്നു, അതായത് ആ ഈ പ്രദേശം നമ്മൾ ഒഴിപ്പിക്കുകയാണ് അല്ലെ. ദെൻ എന്താണ്? PPE, എന്താണ്? PPE വെയർ ചെയ്യുന്നു. അതിനുശേഷം control spill of liquid by containing spill, use acid or alkali and place absorbed pads. Spill എങ്ങനെയാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്? എന്ത് ഉപയോഗിച്ചിട്ടാണ്? യൂസ് ആസിഡ് ഓർ ആൽക്കലീസ് ഉപയോഗിച്ചിട്ടല്ല, അബ്സോർബന്റ് പാഡ്സ് ഉപയോഗിച്ചിട്ട് എന്താണ് ആ ഏരിയ നമ്മള് എന്ത് ചെയ്യുന്നു? ആ സ്പിൽസ് നമ്മള് കണ്ടെയ്ൻ ചെയ്യുന്നു. അതിനുശേഷം discard according to rules. Discard according to rules. എന്താണ്? വേസ്റ്റ്സുകളൊക്കെ കണ്ടെയ്ൻ ചെയ്തതിനു ശേഷം ആ റൂൾസ്, ആ നിയമങ്ങൾ അനുസരിച്ചിട്ട് അത് എന്ത് ചെയ്യുന്നു? ഡിസ്കാർഡ് ചെയ്യുക. വേസ്റ്റ്സുകൾ നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്നു നിയമങ്ങൾ അനുസരിച്ച്. നമ്മൾ പറഞ്ഞില്ലേ, ലോക്കൽ ഫെഡറൽ റെഗുലേഷൻസ് അനുസരിച്ച് നീക്കം ചെയ്യുന്നു എന്ന് പറഞ്ഞത് തന്നെ കേട്ടോ. ഡിസ്കാർഡ് അക്കോർഡിംഗ് ടു റൂൾസ്. പിന്നീട് എന്താണ് ചെയ്യുന്നത്? decontaminate and clean the area. ആ പ്രദേശം പിന്നെ എന്താ നമ്മൾ ചെയ്യുന്നത്? decontaminate and clean the area എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ്? decontaminate ചെയ്യുക. decontamination എന്താണ് പിള്ളേരെ? പറഞ്ഞേ. ആ ഏരിയ ക്ലീൻ ചെയ്യുന്ന മുമ്പായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? യെസ്, അടവ് മുക്തമാക്കണം.
decontaminate the area. Then trace incident forms. Trace incident forms. Trace incident form എന്താണ്? എന്തായിരിക്കും trace incident form? നമ്മളിവിടെ പറഞ്ഞ ഈ റിപ്പോർട്ട്സ് അല്ലെ, ആ ഏരിയയുമായി ബന്ധപ്പെട്ട് വരുന്ന റിപ്പോർട്ടാണ് അല്ലെ. ആ റിപ്പോർട്ട്സ് സമർപ്പിക്കുക. ഇൻസിഡന്റ് ഫോംസിൽ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നടന്നു, എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ സ്റ്റെപ്സ് ആണെന്നുള്ളത് ഈ റേസ് ഇൻസിഡന്റ് ഫോംസിലാണ് അത് തയ്യാറാക്കേണ്ടത്. ഓക്കെ, ഇത് മൈനർ കേസസിന്റെ കാര്യം, മൈനർ കെമിക്കൽ സ്പില്ലേജിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി മേജർ ആവുമ്പോൾ എങ്ങനെയാണ്? മേജർ ഇഫ് മേജർ other immediately compressing of safety officers. കെമിക്കൽ സ്പില്ലേജ് വലുതാണെങ്കിൽ എന്താണ്, എത്രയും പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ എന്താണ് ആ സേഫ്റ്റി ഓഫീസേഴ്സിനെ വിവരം അറിയിക്കുന്നു. ഇതിന്റെ താഴെ വരേണ്ടത് കേട്ടോ. ഓക്കെ, then evict the area. Evict the area, പ്രദേശം ഒഴിപ്പിക്കുക. Then prevent others from entering the area. Prevent others from entering the area. ആ ഒരു പ്രദേശത്തേക്ക് മറ്റാരും തന്നെ പ്രവേശിപ്പിക്കാനായിട്ട് പാടുള്ളതല്ല. എല്ലാവർക്കും തന്നെ എൻട്രി ഉണ്ടായിരുന്നതിൽ അവരെ എന്താണ് പ്രിവെന്റ് ചെയ്യണം. അതിനുശേഷം എന്താണ്? വാച്ച് ഫോർ ഫയർ ഈ ഫ്ലേമബിൾ, ചെക്ക് കെമിക്കൽസ് ആൻഡ് മാനേജ് പ്രോപ്പർലി. എന്താണ് അത്? എന്തെങ്കിലും തരത്തില് പെട്ടെന്ന് കത്തിച്ചൊളിക്കുന്ന എന്താണ് അഗ്നിജ്വാലയൊക്കെ കെമിക്കൽസ് ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ട് ചിലപ്പോ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറി അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതാണെങ്കിൽ എന്താണ് അത് പ്രോപ്പർ ആയിട്ട് തന്നെ നമ്മൾ ആ രാസവസ്തുക്കളുടെ ഇടപെടൽ മൂലമുള്ള ബുദ്ധിമുട്ടുകളല്ലേ, സ്പില്ലേജസ് അല്ലേ. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് അത് പ്രോപ്പർ ആയിട്ട് തന്നെയായിരിക്കും നമ്മൾ മാനേജ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യേണ്ടത്. ഓക്കെ, വേറെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? അപ്പഴത്തെ ക്ലാസ്സിലായിരിക്കുള്ളൂ. പുറകിലെ ഒരു ക്ലാസ് ഉണ്ട്, അവിടെ ഒരു ക്ലാസ് ഉണ്ട്, ഇവിടെ ഒരു ക്ലാസ് ഉണ്ട്. ഓക്കെ, മേജർ ആണെങ്കിൽ എന്താണ്? ഇമ്മീഡിയറ്റ് compressing of safety officers, then evict the area, prevent others from entering the area, and watch for fire is flammable chemicals and manage properly. Okay, chemical spillage waste management ഒരു ഫ്ലോ ചാർട്ട് ആണ് നമ്മൾ പഠിച്ചത്. എങ്ങനെയാണ് കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ടത്, മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഫ്ലോ ചാർട്ട് ആണ്. ഓക്കെ, അപ്പൊ അതൊന്ന് വായിച്ചു പഠിക്കണം കേട്ടോ. വൈകാട്ട് ആക്കണ്ട, മനസ്സിലാക്കി പഠിച്ചാൽ മതി. മനസ്സിലായോ? അത് സംശയം ഉണ്ടോ? മൈനർ എന്ന് പറഞ്ഞാൽ ചെറിയ സ്പില്ലേജ് വേസ്റ്റ്സുകള്, ചെറുത്. മേജർ എന്ന് വെച്ചാൽ വലുത്. ഉണ്ടോ? അത് വായിച്ചു നോക്കിയേ, ആ ഫ്ലോ ചാർട്ട് ഒന്ന് വായിച്ചു നോക്കി നിങ്ങള്. Okay.
സൗണ്ട് ഉണ്ടാക്കാതിരിക്കാൻ പറയാട്ടോ. നമുക്കൊരു സ്കൂളൊക്കെ ആണെങ്കിൽ വടിയൊക്കെ എടുത്ത് ചെല്ലായിരുന്നു. പക്ഷെ ഇതിപ്പോ ഓൺലൈനിൽ എങ്ങനെ പറയാ ശരിയാക്കി തരാം. ശബ്ദം പോയോ? ഓക്കെ, അടുത്ത് നോക്കാം റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന്. നമ്മൾ എന്തൊക്കെ പറഞ്ഞത്? കെമിക്കൽ പറഞ്ഞു, ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ്, മെർക്കുറി, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് വേസ്റ്റസ്. Okay, radioactive spillage waste management. Radioactive spillage can be dangerous to human health and environment. Steps to be taken for managing radioactive spillage waste. Radioactive spillage waste എന്താണ്? മനുഷ്യന്റെ ആരോഗ്യത്തിന് അതുപോലെ തന്നെ എന്താണ് പ്രകൃതിക്കും ഒരേപോലെ തന്നെ എന്താണ് അപകടകരമാണ്, അല്ലെ, ഡേഞ്ചറസ് ആണ്. അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിലുള്ള മെഷേഴ്സുകൾ ഉപയോഗിച്ചിട്ട് വേണം അത്തരത്തിലുള്ള വേസ്റ്റ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതിലാദ്യത്തെ സ്റ്റെപ്പ് എന്താണ് വരുന്നത്? ഇവാക്യുവേറ്റ് ദ ഏരിയ. ആ പ്രദേശം എത്രയും പെട്ടെന്ന് ഒഴിപ്പിക്കുക. ഇഫ് ദ സ്പിൽ ഈസ് നോട്ടബിൾ, evacuate the area and call emergency services. എന്താണ് ആ സ്പില്ല്, റേഡിയോ ആക്റ്റീവ് സ്പില്ലേക്ക് വേസ്റ്റ് ഉണ്ടായ സ്ഥലം എത്രയും പെട്ടെന്ന് ഒഴിപ്പിക്കുകയും ചെയ്യണം. എമർജൻസി സർവീസസിൽ അത് അറിയിക്കുകയും ചെയ്യണം. ഓക്കെ, പിന്നീട് എന്താണ്? വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. Person should use apt personal protective equipment such as gloves, goggles, respirators before going to the spill to avoid connection with the radioactive material and prevent. Okay, അപ്പൊ എന്താണ്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് വേഴ്സുകൾ ഉപയോഗിച്ചിരിക്കണം, അല്ലെ? അതായത് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസുമായിട്ട് യാതൊരുവിധ കണക്ഷനും വരാതെ തന്നെ നമ്മൾ പേഴ്സണലി എന്താണ് എക്യുപ്മെന്റ്സുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം. വ്യക്തിഗത സംരക്ഷണം അതുപോലെ തന്നെ നമ്മൾ സ്വീകരിച്ചിട്ട് വേണം എന്ത് ആ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസുമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് നടത്താൻ പാടുള്ളൂ. ഓക്കെ, അതിനുശേഷം എന്താണ്? കണ്ടെയ്ൻ ദ സ്പിൽ. എവിടെയാണ് കണ്ടെയ്ൻ ചെയ്യേണ്ടത്? യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽ ലൈക്ക് sand or absorbent parts to contain the spill and prevent it from spreading. Pack the material in a labeled radioactive waste bag and discard disposal. Okay. Yes. അബ്സോർബന്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് എന്താ റേഡിയോ ആക്റ്റീവ് വേസ്റ്റസ് മാനേജ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സാൻഡ് ഓർ അബ്സോർബന്റ് പാക്സ്. എന്താണ് സാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? സാൻഡ് എന്താണ്? സാൻഡ് എന്താണ്? സാൻഡ് എന്താണ് പിള്ളേരെ? മണ്ണ്. യെസ്. ചെളിയോ, മണലോ, കുഴി, മണ്ണും മണ്ണൽ. സാൻഡ് എന്താണ്? മണ്ണ്, അല്ലെ? മണ്ണല്ല. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മെറ്റീരിയലുകളോ അല്ലെങ്കിൽ
സാൻഡുമായി ബന്ധപ്പെട്ട മെറ്റീരിയലിൽ അബ്സോർബ്ഡ് പാഡ്സ് ഉപയോഗിച്ചിട്ടായിരിക്കണം എന്ത് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് വേസ്റ്റ് മെറ്റീരിയൽസ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്. ദെൻ അതിനുശേഷം എന്താണത് ഏതെങ്കിലും ലേബിൾഡ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ബാഗിൽ കേട്ടോ, ലേബിൾഡ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ബാഗിലായിരിക്കും അത് ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ അതിനുശേഷം എന്താണ് ക്ലീൻ അപ്പ് ദ സ്പിൽ. ആ സ്പിൽ എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്യണം. എങ്ങനെയാണ് യൂസ് suitable spill kits or other to manufacturers directives for the proper use of absorbent materials to clean up the spill. Cautious to not spread the radioactive material during cleanup. Then suitable spill കിറ്റുകൾ ഉപയോഗിച്ചിട്ട് മാനുഫാക്ചേഴ്സ് ഡയറക്റ്റീവ് നിർദ്ദേശങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം എന്ത് പ്രോപ്പർ ആയിട്ട് അബ്സോർബന്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ആ ഏരിയ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്. ദെൻ ആ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് എങ്ങും തന്നെ സ്പ്രെഡ് ചെയ്യാതെ അല്ലെങ്കിൽ പടരാതെ തന്നെ വളരെ കെയർഫുൾ ആയിട്ട് വേണം അത്തരത്തില് സ്പിൽ കിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ആ സ്പില്ലേജസ് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, ദെൻ ആ ക്ലീൻ ചെയ്ത വേസ്റ്റ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നീട് ഡിസ്പോസ് ചെയ്യുന്നു അല്ലെ. എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്? All materials that come into contact with the radioactive material should be discarded as radioactive waste in labeled bags or containers. നമ്മള് ക്ലീൻ ചെയ്ത വേസ്റ്റ് മെറ്റീരിയൽസിലെല്ലാം തന്നെ എന്താണ് അത് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഇൻ ലേബിൾഡ് ബാഗ്സ്, ലേബിൾ ചെയ്തിരിക്കുന്ന ബയോഹസാർഡ് ബാഗ്സിലേക്കായി കണ്ടെയ്നേഴ്സിലായിരിക്കണം അത് ഡിസ്പോസ് ചെയ്യേണ്ടത്. Then follow local, state and federal regulations for the disposal of radioactive waste. Radioactive wastes നീക്കം ചെയ്യുന്ന സമയത്ത് ലോക്കൽ, സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ റെഗുലേഷൻസ് എല്ലാം തന്നെ അനുസരിച്ചിട്ട് വേണം അത്തരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ നീക്കം ചെയ്യുന്നത്. ഇനി ഇത്തരം സ്റ്റെപ്സുകൾ കഴിഞ്ഞതിന് ശേഷം എന്താണ് റിപ്പോർട്ട് സ്പിൽ. റേഡിയോ ആക്റ്റീവ് മാനേജ്മെന്റുമായി നടന്ന സ്പില്ലുമായി നടന്ന എല്ലാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഡോക്യുമെന്റേഷൻ കൺസേൺ സ്റ്റാഫിന് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണ്. ഓക്കെ, ഇത് പറയാവോ എന്തൊക്കെയാണ് റേഡിയോസ് ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണ്? ഇവാക്ട് ഏരിയ, എമർജൻസി കോളിലേക്ക് അവർ അറിയിക്കേണ്ടതാണ്. അതിനുശേഷം പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് വെയർ ഉപയോഗിക്കണം. യെസ്, പിന്നെന്താണ് കണ്ടെയ്ൻ ദ സ്പിൽ, യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽസ് ലൈക്ക് സാൻഡ് ഓർ അബ്സോർബഡ് ബാഗ്സ് ഉപയോഗിച്ചിട്ടായിരിക്കണം ആ സ്പില്ലുകൾ സ്പ്രെഡ് ആവാതെ മാറ്റേണ്ടത്. ദെൻ അതിനുശേഷം എന്താണ് കണ്ടെയ്ൻ ദ സ്പിൽ, അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ബാഗിലേക്ക് അത് ഡിസ്പോസ് ചെയ്യണം. ക്ലീൻ അപ്പ് ദ സ്പിൽ, യൂസ് സൂട്ടബിൾ സ്പിൽ കിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടത് എന്താണ് നീക്കം ചെയ്യുന്നത്, ക്ലീൻ ചെയ്യേണ്ടതാണ്. അത് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസുകൾ പടരാതിരിക്കാനായിട്ട് പ്രത്യേകം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. Then dispose to waste in a labeled bags or containers. Labeled ബാഗിലോ കണ്ടെയ്നേഴ്സിലൊക്കെ അത് നീക്കം ചെയ്യുക. ഏതിന്റെ റെഗുലേഷൻസ് അനുസരിച്ചിട്ട് follow local, state and federal regulations for the disposal of radioactive waste. Then report the spill should be intimated to the concerned staff for documentation and investigation. Okay, radioactive spillage waste clear ആണോ? Yes, clear. ഒന്ന് വായിച്ചു നോക്കാമോ? അത് ഒന്ന് വായിച്ചു നോക്കിയേ.
കണ്ടെയ്നർ സ്പിൽ എന്നുള്ളത് ഇവിടുത്തെ നെക്സ്റ്റ് പോയിന്റ് ആണ് കേട്ടോ. ഇവിടെ ആ ഒരു ബുള്ളറ്റിൻ വന്നിട്ടില്ല. ഒരു കുത്തോ ഡോട്ടോ എന്തെങ്കിലും ഇതാട്ടോ. കണ്ടോ ആരോ മാർക്ക് നിൽക്കുന്നത് കണ്ടോ? കണ്ടെയ്നർ സ്പിൽ അടുത്ത പോയിന്റ് ആണ്. ഓക്കെ, അടുത്തത് എടുക്കണോ? സ്കിൽ ഇൻ ലബോറട്ടറി ആൻഡ് മൈക്രോബയൽ കൾച്ചേഴ്സ്. ലബോറട്ടറി സ്പില്ലേജ് റിസ്ക് മാനേജ്മെന്റിന്റെ കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഓക്കെ, ഇപ്പൊ റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് പറയാൻ മതിയില്ലേ? നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനുള്ള സമയം കിട്ടാറില്ല. ഫസ്റ്റ് ടൈം ആണ് ഓൺലൈൻ ക്ലാസ്സിൽ വരുന്നത് സൂര്യ? ഓക്കെ. ഓക്കെ, ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് ഒരാൾ പറഞ്ഞേ. ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റുകൾ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഒരാളത് പറയാമോ? ഒന്നും രണ്ടും മൊഡ്യൂൾ കഴിയുമ്പോൾ നമുക്കൊരു എക്സാം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ അതിൽ 1-2 ദിവസം ചിലപ്പോൾ ഒരു അവധി തരുന്നതൊക്കെ എക്സാമിന് മുൻപായിട്ട്. ഒരു ദിവസമോ 2 ദിവസമോ ഒരു അവധി ഉണ്ടാവാതിരിക്കാം. നമ്മൾ നോട്ട് ടെക്സ്റ്റ് തന്നെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക. എടുക്കുന്ന ചാപ്റ്റേഴ്സ് എന്താണ് വെറുതെ ക്ലാസ് കഴിയുമ്പോൾ അതവിടെ വെച്ചിട്ട് പോവാതെ മാക്സിമം അത് 1-2 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കുക. മോക്ക് ടെസ്റ്റുകൾ പഠിക്കുക, ക്വസ്റ്റ്യൻസ് തരുന്നത് പഠിക്കുക കേട്ടോ. അത്രേ ഉള്ളൂ, വേറെ ടെൻഷൻ ഒന്നും അടിക്കണ്ട. എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റും. എക്സാമിന് തൊട്ട് മുമ്പ് എക്സാമുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് 2 മണി മുതൽ 3:30 വരെ ആയിരിക്കും എക്സാം ഉണ്ടായിരിക്കും. ഓൺലൈൻ എക്സാം ആണ്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമുക്ക് 2 മണിക്കായിരിക്കും കിട്ടുന്നത്. അതിൽ നമ്മൾ ഇമെയിൽ ID നമ്മുടെ ഫുൾ നെയിം ഒക്കെ അടിച്ചിട്ട് എന്താണ് ജോയിൻ ചെയ്യണം. ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സബ്മിഷൻ കൊടുക്കാൻ പറയുമ്പോൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ഇവിടെ നമ്മുടെ സിസ്റ്റത്തിൽ സബ്മിഷൻ കാണിച്ചാൽ മാത്രമേ നിങ്ങൾ ലീവ് ചെയ്ത് പോകാൻ പാടുള്ളൂ. അതിന്റെ നിർദ്ദേശങ്ങളൊക്കെ ആ ഒരു സമയമാവുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു തരും. പിന്നെ എക്സാമിനെ കുറിച്ച് ടെൻഷൻ ഒന്നും വേണ്ട, നിങ്ങൾ പഠിക്കുക. നിങ്ങളുടെ ഭാഗം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒക്കെ തീരാനുള്ളത് എക്സാമിന് മുന്നായിട്ട് തന്നെ തീർക്കുന്നതായിരിക്കും. ഓരോ ഭാഗം ഓരോ ചാപ്റ്റേഴ്സ് വെച്ച് പഠിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. മൈക്രോഫോൺ ഓൺ അല്ലേ? ഒരാളൊന്ന് പറഞ്ഞേ, ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഈ സൂര്യ സുരേഷിനെ നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യണേ, ജോയിൻ ആക്കണേ. ഹലോ മിസ്. പറഞ്ഞോളൂ. ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഈ ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് മാനേജിൽ കൺസിസ്റ്റ് ചെയ്തിരിക്കുന്ന നീഡിൽസ്, സ്കാൽപ്പൽസ്, ഷാർപ്പ് മെഡിക്കൽ ടൂൾസ് ഒക്കെയാണ് ഇത് കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് മാനേജ് ചെയ്യണ സ്റ്റെപ്സ്. അതെ അതെ, അതെങ്ങനെയാണ് സ്പിൽ ചെയ്യണം, മാനേജ് ചെയ്യണ സ്റ്റെപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് യൂസ് സേഫ്റ്റി. ഇംഗ്ലീഷ് അതുപോലെ വായിച്ചു പറയണ്ട, മനസ്സിലായത് പറഞ്ഞാൽ മതി. നമ്മളത് എങ്ങനെയാണ് മാനേജ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മെത്തേഡ് യൂസ് സേഫ്റ്റി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. അതായത് നമ്മൾ പ്രൊട്ടക്റ്റീവ്, അതായത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, PPE എന്ന് വെച്ചാൽ ഗ്ലൗസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് മാനേജ് ചെയ്യുക. അത് നമ്മൾ എന്തിനാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്? അതെന്തിനാണ് നമ്മൾ കണ്ടെയ്ൻ ചെയ്യുന്നത് വെച്ചാൽ പങ്ക്ച്വർ റെസിസ്റ്റന്റ് കണ്ടെയ്നർ, അതിലാണ് നമ്മൾ ആ സംഭവങ്ങളൊക്കെ ഡിസ്പോസ് ചെയ്യേണ്ടത്. പിന്നെ അടുത്തത് അതിൽ ഡിസ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ ലേബൽ ചെയ്തിട്ട് വേണം ഡിസ്പോസ് ചെയ്യാനായിട്ട്.
ലേബിൾ ചെയ്ത് ബാഗിലായിരിക്കണം നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത് അല്ലെ. പിന്നെ നമ്മൾ അത് ആ ഏരിയ നമ്മൾ ഡിസിൻഫെക്റ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് വേണം നമ്മളത് ക്ലീൻ അപ്പ് ചെയ്യാനായിട്ട്. പിന്നെ അടുത്ത പോയിന്റ് എന്താന്ന് ക്ലിയർ ആയിട്ട് ക്ലീൻ ചെയ്ത മെറ്റീരിയൽസ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലീൻ ചെയ്ത് മാറ്റിയ മെറ്റീരിയൽസ് പിന്നെ എന്താ ചെയ്യുന്നത്? നമ്മൾ ലാബിലിട്ട് കണ്ടെയ്ൻ ചെയ്യല്ലേ, വേസ്റ്റ് ലേബിൾ ബാഗിലേക്ക് കണ്ടെയ്നേഴ്സിലേക്ക് അത് നീക്കം ചെയ്യുന്നു. ഓക്കെ, പിന്നെന്താണ്? ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ റെക്കോർഡ്സ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാം, സ്റ്റാഫിനെ റിപ്പോർട്ട് ചെയ്യാം. വെരി ഗുഡ്. അടുത്ത ആളെന്ന് പറഞ്ഞാൽ കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണ്? കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് മാം, ഫസ്റ്റ് ഫൈൻഡ് മൈനർ ഓർ മേജർ, അതായത് കണ്ടുപിടിക്കുക. പിന്നെ എവിക്ട് ഏരിയ ആൻഡ് കോൾ എമർജൻസി സർവീസ്. സെക്കൻഡ് വൺ. തേർഡ് വൺ, അതെങ്ങനെയാ വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, ഗ്ലൗസ്, ഗൂഗിൾസ് ഇങ്ങനെയുള്ള ഇത് ഉപയോഗിച്ച് അതിനെ നീക്കം ചെയ്യുക. പിന്നെ ഫോർത്ത് വൺ, കണ്ടെയ്ൻ ദ സ്പിൽ. അതെല്ലാം കൂടെ ഒരു ടേക്ക് എ ലേബിൾഡ് ബാഗ് ഫോർ ദ കണ്ടെയ്നേഴ്സ്. എങ്ങനെയാണ് അത് കണ്ടെയ്ൻ ചെയ്യുന്നത്? ഉപയോഗിച്ചിട്ടാണ് ആദ്യം നീക്കം ചെയ്യേണ്ടത് അല്ലേ? ലേബിൾഡ് ബാഗിലേക്ക് നീക്കം ചെയ്യുക. നെക്സ്റ്റ്, ക്ലീൻ അപ്പ് സ്പില്ല്, യൂസ് സ്യൂട്ടബിൾ സ്പിൽ കിറ്റ്. Then sixth one, dispose of waste. എവിടെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്? അത് ലേബിൾഡ് ബാഗിൽ ഡിസ്പോസ് ചെയ്യുന്നത്. ലേബിൾഡ് ബാഗ്സ് ഓഫ് കണ്ടെയ്നേഴ്സ്. ഏത് റെഗുലേഷൻസ് ഒക്കെ അനുസരിച്ചാണ്? എന്താ മാം? ഏത് റെഗുലേഷൻസ് ഒക്കെ അനുസരിച്ചിട്ടാണ് നീക്കം ചെയ്യേണ്ടത്? ലോക്കൽ ആൻഡ് സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ റെഗുലേഷൻസ് നോക്കിയിട്ട് വേണം, ആ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് വേണം ഡിസ്പോസ് ചെയ്യേണ്ടത്. പിന്നെ എന്താണ് ലാസ്റ്റ് സ്റ്റെപ്പ്? എന്താണ്? റിപ്പോർട്ട് സ്പിൽ, റിപ്പോർട്ട് എ കൺസേൺഡ് സ്റ്റാഫ് ഫോർ ഇൻവെസ്റ്റിഗേഷൻസ്. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ആളെന്ന് പറഞ്ഞ റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ്. റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് ലിറ്റി ഉണ്ടോ? ലിറ്റി ആരാ വായിക്കുന്നത്? റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് അറിയാവുന്ന പോലെ പറഞ്ഞാൽ മതി, മനസ്സിലായ കാര്യങ്ങളാ പറയൂ. വോയിസ് ആരുല്ലേ? എന്താണ് റെസ്പോണ്ട് ചെയ്യാത്തത് നിങ്ങള്? വോയിസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കൂ, അല്ലെങ്കിൽ മനസ്സിലായത് പറയൂ. റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്? ഞാൻ പറയുന്നത് കേൾക്കാനിട്ടാണോ? അല്ലല്ലോ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാനിട്ടാണ് അല്ലേ? കുഞ്ഞി ഈശോ എന്നുള്ള പേരുള്ളതാരാ? കുഞ്ഞി ഈശോ, കുഞ്ഞി ഈശോ. മോശമാണ് കേട്ടോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോ മിണ്ടാതിരിക്കുന്നത്. എക്സ്ട്രയിലില്ല, PDF നോക്കി പറയൂ. അനീഷ, ഷാജി, അനീഷ. ആരാണ്? ഫാത്തി. ആദ്യം റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് ഉള്ള ഭാഗം ഇവാക്യുവേറ്റ് ചെയ്യുക.
എന്നിട്ട് എമർജൻസിയിൽ അറിയിക്കണമെങ്കിൽ എമർജൻസി സർവീസിനെ അറിയിക്കുക. പിന്നീട് പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ് ആയ ഗ്ലൗസ്, റെസ്പിറേറ്റേഴ്സ് അതെല്ലാം യൂസ് ചെയ്യുക. അത് ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലായിട്ടുള്ള കോണ്ടാക്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ശേഷം അബ്സോർബന്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഈ സാൻഡ് അല്ലെങ്കിൽ അബ്സോർബന്റ് പാഡ്സ് ഉപയോഗിച്ചിട്ട് ഈ വേസ്റ്റ് അബ്സോർബ് ചെയ്യും. എന്നിട്ട് ഒരു റേഡിയോ ആക്റ്റീവ് ബാഗിൽ ഇത് ഈ വേസ്റ്റ് മെറ്റീരിയൽസ് പുട്ട് ചെയ്യും. പിന്നെ സ്പിൽ കിറ്റ് ഉപയോഗിച്ചിട്ട് ഈ സ്പിൽസ് ക്ലീൻ ചെയ്യും. പിന്നെ എങ്ങനെ ഡിസ്പോസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഫെഡറൽ റെഗുലേഷൻസ് ഇതനുസരിച്ചിട്ട് ഈ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് റേഡിയോ ആക്റ്റീവ് ലേബിൾഡ് ബാഗ്സിൽ ഡിസ്പോസ് ചെയ്യും. ശേഷം സ്പിൽസ് ഇത് റിപ്പോർട്ട്സ് സ്പിൽസ് റിപ്പോർട്ട് ഡോക്യുമെന്റേഷനും ഇൻവെസ്റ്റിഗേഷനും കൊടുക്കും. Okay, very good. Okay, thank you. Let's try to